സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ശില പ്രഭുപാദിന്റെ ഒരു ശിഷ്യൻ എഴുതിയ ബുക്കിൽ നിന്ന് വായിച്ച കാര്യമാണ്. അപ്പം അദ്ദേഹം ഒരുപാട് ഭക്തന്മാരുടെ പ്രഭുപാദുമായിട്ടുള്ള ആ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതിൽ ഒരു ഡിവോട്ടിയുടെ പേരാണ് ഭരദ്രാജ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കൃഷ്ണ ബുക്കിലൊക്കെ കാണുന്ന പല പടങ്ങളും അദ്ദേഹമാണ് വരച്ചത്. അപ്പം അദ്ദേഹത്തിന് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു കലാകാരനൊരു ഫീലിംഗ് ഉണ്ട്, താൻ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഒരു കലാകാരന് ഉണ്ടാവാറുണ്ട്. അപ്പം അത് വെച്ച് അദ്ദേഹം ഇങ്ങനെ പറയാണ്, എല്ലാ ക്ഷേത്രത്തിലെ എല്ലാവരും ബുക്ക് വിതരണത്തിനൊക്കെ പോകും. അപ്പം അദ്ദേഹം അകത്തിരുന്ന് പടം വരച്ചുകൊണ്ടിരിക്കും. അപ്പം മറ്റ് ഡിവോട്ടീസ് അദ്ദേഹത്തിന് ആ ഒരു ഫീലിംഗ് അവരങ്ങനെ ചെയ്തോന്നറിയില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഫീലിംഗ് പറയാണ്, ഇവരൊന്നും ചെയ്യത്തില്ല, വെറുതെ ഒരു റൂമിലിരുന്ന് ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കും, ഒന്നും അല്ല, പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു രണ്ടാംകിട ഭക്തന്മാരെ പോലെ മറ്റ് ബുക്ക് വിതരണത്തിന് പോകുന്ന ഭക്തന്മാര് അദ്ദേഹത്തിനെ കരുതും എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഒരു വട്ടം അദ്ദേഹം പ്രഭുപാദിന്റെ അടുത്തിരുന്ന സമയത്ത് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, ഒരു കലാകാരന് എല്ലാ ഭാഷകളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് പ്രചരണം ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, നിന്റെ സേവനം ഒരിക്കലും താഴ്ന്ന സേവനമായിട്ട്, ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത അൺഇമ്പോർട്ടൻ്റ് സേവനമായിട്ട് നീ ഒരിക്കലും കരുതരുത് എന്ന് ഇങ്ങനെ ശീല പ്രഭുപാദ് അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കി അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു വേളയിൽ ബുക്ക് വിതരണത്തെക്കാട്ടിലും മികച്ച സേവനമാണ് ഈ കലാകാരൻ്റേത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പുറത്തു പറയുകയാണ്. കാരണം ചിലപ്പം ബുക്സുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, അത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ആവണം എന്നില്ല, അതിൻ്റെ ഭാഷയിലും ഒക്കെ വ്യത്യാസങ്ങൾ വരാം. പക്ഷെ ഒരു പടം എന്ന് പറഞ്ഞാൽ അതൊരു ഡയറക്റ്റ് പ്രീച്ചിങ് ആണ്. ഒരു വ്യക്തി അത് കാണുമ്പോൾ തന്നെ അവർക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം, അവർക്ക് അതിനെ ഭഗവാനെ കുറിച്ചുള്ള സ്മരണ ഉണർത്താൻ ഒരു പടത്തിന് ഇമ്മീഡിയറ്റ്ലി കഴിയും എന്നിങ്ങനെ അദ്ദേഹം സ്വയം പറയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ അതിന്റെ സാക്ഷാത്കാരം അദ്ദേഹം പറയാണ്, ഇങ്ങനെയാണ് ഓരോരുത്തരും അവരുടെ സേവനം ഏറ്റവും മികച്ചതാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി അദ്ദേഹം പറയാണ്, ഏത് സേവനവും ഏറ്റവും ബെസ്റ്റ് സർവീസാണ്, ഒന്നിനും താഴെയല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്റെ സാക്ഷാത്കാരം അതിനകത്ത് ഇങ്ങനെ പറയാം.